ഹായ്, ഈ നിൽക്കുന്നുണ്ടോ? ഇതെല്ലാം ക്യാരറ്റാണ് കേട്ടോ. ഇത് നമ്മൾ നട്ടത് ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. ഇപ്പോഴിതെല്ലാം വിളവെടുക്കാനായിട്ടുണ്ടേ. നമുക്കൊന്ന് പുറം പറിച്ച് നോക്കാം. നല്ല അത്യാവശ്യം സൈസുള്ള ക്യാരറ്റാണേ. നമ്മളതിന് ഒരു വളവും ചെയ്തിട്ടില്ല കേട്ടോ. ഒരു ഏരിയ എടുത്ത് ചുമ്മാ വിത്ത് പാകുക ചെയ്ത് ഉണ്ടല്ലേ, വെള്ളം പോലും അടിച്ചിട്ടില്ല. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് വളം കിട്ടെങ്കിൽ ഇതിലും സൈസാകുമായിരുന്നു. നമ്മുടെ ഇടുക്കിയുടെ കാലാവസ്ഥയിലൊക്കെ നല്ലതായിട്ട് ഉണ്ടാകും ക്യാരറ്റ്. ഇച്ചിരി തണുപ്പ് വേണേ. ചൂടുള്ള കാലാവസ്ഥയിൽ ഉണ്ടാകും, പക്ഷേ നമുക്ക് ഇതുപോലെ ഇത്രയും വലിപ്പം വെക്കത്തില്ല കേട്ടോ. ഉണ്ടല്ലേ, എൻ്റെ ഇലയൊക്കെ വാടി തുടങ്ങി. നല്ല മൂപ്പായതാണ് കേട്ടോ. കുറേ നമുക്ക് പറിക്കാം. ഇതൊക്കെ ചെറുതാണ് കേട്ടോ. ഇത് ഇച്ചിരി അകത്തി വരണം. നമ്മളെല്ലാം പാകുന്നതായതുകൊണ്ടേ കുറേ അടുത്ത് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ വലുപ്പം ചെറുതായിട്ട് വരുന്നത് കേട്ടോ. എന്നിട്ടില്ല, ഇതൊക്കെ അടുത്ത് നിൽക്കുക. അത് ഒരെണ്ണം വലുതാണ്, ഒരെണ്ണം ചെറുതാണ്. പാകുമ്പോഴാണെങ്കിൽ കുറേ അകത്തി പാകിലാണ് ശരി, എല്ലാത്തിനും തന്നെ ഒരുപോലെ വലുപ്പം വെക്കത്തുള്ളൂ കേട്ടോ. ഒരു ശീതകാല പച്ചക്കറിയാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടാൻ കേട്ടോ. ഇതിൻ്റെ വിത്താണ് നട്ടതേ. വിത്ത് ഏതാണ്ട് 10-25 രൂപ കൊടുത്ത വിത്ത് കിട്ടും കേട്ടോ. ഇതിൻ്റെ ഈ ജീരകം പോലെയൊക്കെ ഇരിക്കും ഇതിൻ്റെ വിത്തുകൾ. അതുകൊണ്ട് ചുമ്മാ അങ്ങ് പാകിയാൽ മതി, ഇഷ്ടംപോലെ ഉണ്ടാവുമേ. ഉണ്ടല്ലേ, അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കറി വെക്കാനുള്ളതായി. അത്യാവശ്യം വരെ ഇവിടുന്ന് പറിച്ചെടുക്കുക, കറി വെക്കുക. നല്ല ഫ്രഷ് സാധനം. ഇത് നമ്മൾ ഒക്ടോബർ നട്ടു, ഇപ്പോൾ ജനുവരി ആയില്ല. ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി, ഏകദേശം 3-4 മാസം കൊണ്ട് നമുക്ക് ഇത് വിളവെടുക്കാം കേട്ടോ. ഈ സമയത്ത് നടാൻ പറ്റില്ലേ, ഇപ്പോൾ നല്ല കൊടും ചൂടല്ലേ. ഇപ്പോഴൊന്നും നട്ട് കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ല കേട്ടോ. ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെയാണ് ഇത് ഉണ്ടാകുന്നത്, മഞ്ഞുകാലത്തൊക്കെ. ഈ സമയത്താണ് ക്യാബേജ്, ക്യാരറ്റ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നടന്നത് കേട്ടോ. പിന്നെ ഈ ക്യാരറ്റ് പോലെ തന്നെ വേറെ സാധനം ഉണ്ട്, മുള്ളങ്കി എന്ന് പറഞ്ഞ വെള്ള സാധനം. അത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവുക. എന്തൊക്കെ കൂടെ നട്ടിട്ട് നല്ല കപ്പക്കിഴങ്ങിൻ്റെ വലുപ്പം ഉണ്ടായിരുന്നു. സെറ്റപ്പായിട്ടുണ്ടാകും കേട്ടോ. പിന്നെ അതൊരു ടേസ്റ്റ് ഇല്ലാതെ എനിക്കൊരു ടേസ്റ്റ് വന്നില്ല, അതുകൊണ്ട് പിന്നെ നട്ടില്ല കേട്ടോ. ഉണ്ടോ, നമുക്ക് ഇത്രയും ക്യാരറ്റ് കിട്ടിയേ. ഇനിയും ഒത്തിരി വയ്ക്കാൻ നിൽക്കുവാണേ.